കൊരിന്ത്യസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമേർത്ത് വീശിക്കൊണ്ട് പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഒരിക്കൽ കൂടെ പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സുഭാഷ് അച്ഛ, ജോസഫ് അച്ഛ, പ്രിയപ്പെട്ട ജെയിംസ് അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവര് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. ആഗമനകാലം ഒരു നൊയമ്പിന്റെ ചിരി കൊടുത്തിട്ട് പറയാം ഹല്ലേലൂയ. ഒരു ക്രിസ്തുമസ് പുഞ്ചിരി കൊടുത്തിട്ട് പറയാം ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് അച്ഛനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്രിസ്മസ് കേക്ക് കിട്ടിയെന്ന് വിചാരിച്ചു ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുഖമാണോ? വളരെ സന്തോഷം. ഈ ആലയം ഇങ്ങനെ നിറഞ്ഞ് ഇരിക്കുന്നത് എപ്പോഴും കാണുന്നതിന്, കർത്താവ് ഇടവരുത്തുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗമനകാലത്തിൽ പരിശുദ്ധ അമ്മ നമ്മെ പ്രത്യേകമായ ഒരു കാര്യം പഠിപ്പിക്കും. എന്താണത്? അമ്മ പുൽക്കൂട്ടിൽ കാലിത്തൊഴുത്തിൽ ചെയ്ത കാര്യം എന്താണ്? ഈശോയെ പ്രസവിച്ചു അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഈശോയ്ക്ക് എങ്ങനെ ജന്മം കൊടുക്കണം എന്ന് അമ്മ നമ്മെ പഠിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങൾ എന്താണ്? ഈശോയ്ക്ക് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പുനരാവിഷ്കരിക്കപ്പെടും. ഒന്ന് പറഞ്ഞ: ഈശോയുടെ വചനത്തിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങൾ എന്റെ ജീവിതത്തിൽ പുനരാവിഷ്കരിക്കപ്പെടും, പുനരവതരിപ്പിക്കപ്പെടും. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ഇത് ഒരു കർമ്മലീത്ത സഭയിൽ ഒരു വിശുദ്ധയുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിന്റെ വിശുദ്ധ എലിസബത്ത് എന്നാണ് ആ വിശുദ്ധയുടെ പേര്. എന്താണ് പേര്?
പരിശുദ്ധ ത്രിത്വത്തിന്റെ വിശുദ്ധ എലിസബത്ത്. ഈ വിശുദ്ധ പരിശുദ്ധ ത്രിത്വത്തോട് നടത്തുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അതായത് പിതാവായ ദൈവത്തോട് ഒരു കാര്യം പറയുന്നു, പുത്രനായ ദൈവത്തോട് ഒരു കാര്യം പറയുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തോട് ഒരു പ്രാർത്ഥന നടത്തുന്നു. ആ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് അടയിരിക്കണമേ. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് അടയിരിക്കണമേ. പരിശുദ്ധ അമ്മയിൽ എന്നതുപോലെ പറഞ്ഞേ, എന്റെ ഉള്ളിലും വചനത്തിന് മാംസരൂപം നൽകണമേ. അങ്ങനെ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങൾ എന്റെ ജീവിതത്തിൽ പുനരവതരിപ്പിക്കപ്പെടട്ടെ, പുനരാവിഷ്കരിക്കപ്പെടട്ടെ. കൈയടിച്ച് കർത്താവിന് നന്ദി. പ്രിയപ്പെട്ടവരെ, വലിയ ഒത്തിരിയേറെ ആഴമുള്ള ഒരു പ്രാർത്ഥനയാണിത്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ മേൽ വന്ന് അടയിരുന്നു. നമുക്കറിയാം, വചനം മാംസം ധരിച്ചു. ആ മാംസം ധരിച്ച വചനം യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ മനുഷ്യരൂപത്തിൽ പിറന്നു വീണു. അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ ഈ വചനം എന്റെ ഉള്ളിൽ വീണ്ടും പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ എന്നതുപോലെ എന്റെ ഉള്ളിലും വരണം, ആണായാലും പെണ്ണായാലും. എന്നിട്ട് എന്റെ ഉള്ളിൽ ഈ വചനം മാംസമെടുക്കണം. ഈ മാംസമെടുത്ത വചനം എന്നിൽ നിന്ന് ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങൾ എന്തൊക്കെയാണത്? ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാലിത്തൊഴുത്തിലുള്ള ഈശോയുടെ പിറവി, ഈശോ വളർന്നത്, ഈശോ പരസ്യ ജീവിതം നയിച്ചത്, ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്, ഈശോ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചത്, അല്ലെ? നമ്മളുടെ ജപമാലയിൽ നമുക്ക് ഒരു 20 രഹസ്യങ്ങളുണ്ട്. ഈ രഹസ്യങ്ങൾ എല്ലാം മനുഷ്യാവതാര രഹസ്യങ്ങളാണ്. അപ്പോൾ ഈശോ മരുഭൂമിയിൽ പ്രാർത്ഥിച്ച ആ രഹസ്യം, ഈശോ മരുഭൂമിയിൽ തപസ്സെടുത്ത് പ്രാർത്ഥിച്ചു, പിശാചിന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചു. ആ മനുഷ്യാവതാര രഹസ്യം എന്റെ ഉള്ളിൽ എന്നിലും ആവിഷ്കരിക്കപ്പെടണം. നന്നായിട്ട് ശ്രദ്ധിച്ചോട്ടോ. എങ്ങനെയാണ് ആ രഹസ്യം എന്റെ ഉള്ളിൽ ആവിഷ്കരിക്കപ്പെടുന്നത്? ഞാനും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞാനും തപസ്സെടുത്ത് പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രലോഭനങ്ങൾക്ക് വിധേയനാകുന്നു. പക്ഷെ ആ പ്രലോഭനങ്ങളിൽ വീഴാതെ ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചതുപോലെ ഞാനും പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നു. അപ്പോൾ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യം എന്നിൽ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. കിട്ടിയോ? കിട്ടിയോ? കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈശോ മറ്റൊരു രഹസ്യമാണ്. ഈശോ ഗലീലയിൽ വചനം പ്രഘോഷിച്ചു, അനുതാപത്തിന്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചു. അതൊരു രഹസ്യമാണ്. പ്രകാശത്തിന്റെ രഹസ്യങ്ങളിലെ 3ാമത്തെ രഹസ്യമായിട്ട് നമ്മൾ ധ്യാനിക്കുക. എങ്ങനെയാണ് ഈ രഹസ്യം എന്റെ ജീവിതത്തിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നത്? ഞാനും ഇതാ വചനം പ്രഘോഷിക്കുന്ന ഒരാളായി, അൾത്താരയിൽ മാത്രമല്ല, എന്റെ വീട്ടില്, എന്റെ ജോലി സ്ഥലത്ത്, എന്റെ തൊഴിലിടങ്ങളില്, എന്റെ വിദ്യാലയത്തില്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളില് ഈശോയുടെ ആ ചൈതന്യം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പ്രഘോഷിക്കുന്ന ഒരാളായി മറ്റുള്ളവരെ അനുതാപത്തിലേക്ക് നയിക്കുന്നു. എന്റെ കൂട്ടുകാരുടെ ഇടയിൽ 5 കൂട്ടുകാരുണ്ടെന്ന് വിചാരിക്കെ, കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ 5ാമനാണെന്ന് വിചാരിക്കെ, 5ാമനായിട്ടുള്ള ഞാൻ പറയുകയാണ്, ഞാൻ മദ്യപിക്കുന്നില്ല, ഒരു നിലപാടെടുക്കുകയാണ്. എന്നിട്ട് കൂട്ടുകാരോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഉഴപ്പി നടക്കുന്നത് ശരിയല്ല, ഒരു നിലപാടെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
ആ പറച്ചിലും ആ നിലപാടും ഈ അനുതാപത്തിന്റെ വചനപ്രഘോഷണമാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഈശോ വചനം പ്രഘോഷിച്ച ഈശോ നിന്റെ ജീവിതത്തിൽ ഈശോയുടെ ആ മനുഷ്യാവതാര രഹസ്യം പുനരാവിഷ്കരിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനായിലെ ഈശോ അത്ഭുതം പ്രവർത്തിച്ചു. അവരുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റിക്കൊണ്ട് ഈശോ അത്ഭുതം പ്രവർത്തിച്ചു. നമ്മൾ പറയുന്നു, എനിക്കെങ്ങനെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും? ഞാൻ വെള്ളം വീഞ്ഞാക്കാൻ പറ്റുന്ന ഒരാളല്ല, അല്ലേ? ഈശോ കാനായില് അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അവിടെ വെള്ളമെങ്കിലും ഉണ്ടായിരുന്നു വീഞ്ഞാക്കാൻ വേണ്ടിയിട്ട്, ഇല്ലേ? ചില വീട്ടില് വെള്ളം പോലും ഇല്ല. വീഞ്ഞ് തീർന്നു പോയെന്ന് മാത്രമല്ല, വീഞ്ഞാക്കി മാറ്റാനുള്ള വെള്ളം പോലും അവിടെ ഇല്ല. അപ്രകാരം വരണ്ടുണങ്ങി കിടക്കുന്ന ഒരു ജീവിതമാണ് എന്റെ ജീവിതം. ഈശോ 5000 പേർക്ക് 5 ആശീർവദിച്ചു കൊടുത്തു. എല്ലാവരും സംതൃപ്തരായി. ഇതാ ഒരു കുടുംബം പറയാണ്, ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ 5 പോലും ഇല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഈശോ കുറവുകളെ നിറവുകളാക്കി മാറ്റിയതുപോലെ നിനക്ക് അവരന്റെ ജീവിതത്തെ ഒരൽപ്പം കൂടെ പ്രകാശമുള്ള, ഒരൽപ്പം കൂടെ സമൃദ്ധിയുള്ള ഒരു ജീവിതമാക്കി മാറ്റാൻ, ഒരു തളർന്നു കിടക്കുന്നവൻ ഒരു നല്ല വാക്ക് പറഞ്ഞ് അവനെ ബലപ്പെടുത്താൻ, കുറവുള്ളവനോട് കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവനെ അവളെ ബലപ്പെടുത്താൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈശോയുടെ ആ മനുഷ്യാവതാര രഹസ്യം നിന്റെ ജീവിതത്തിൽ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. ഈശോ ശിഷ്യരുടെ കാലുകൾ കഴുകി. അവരുടെ പാപത്തിന്റെ കറകൾ കഴുകിയെടുത്തു. പാദങ്ങൾ കഴുകിയത് കാലിലെ പൊടി മാറ്റാനല്ല, കരളിലെ കറ മാറ്റാനാണ്. അപ്പോൾ അതുപോലെ നീ അവരന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രഭാഷകന്റെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം, സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പോലെ ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. നിന്റെ വീട്ടിൽ അധർമ്മം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കരുതുക. നിന്റെ വീട്ടിൽ അവിശ്വസ്തതയിൽ ജീവിക്കുന്ന ഒരാളുണ്ടെന്ന് കരുതുക. അഹങ്കാര തള്ളലിൽ പാഞ്ഞു നടക്കുന്ന ഒരാളുണ്ടെന്ന് കരുതുക. നീ എങ്ങനെ അതിന് പരിഹാരം ചെയ്യും? ഒരു ഉദാഹരണത്തിന്, ഭയങ്കര അഹങ്കാരമുള്ള ഒരാൾ നിന്റെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക. ആരായിരിക്കും അത്? നമ്മൾ തന്നെയല്ലേ? നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിക്കും കുറച്ചു നേരത്തേക്ക്. ഹല്ലേലൂയ. അപ്പോൾ അതിനെങ്ങനെ പരിഹാരം ചെയ്യണം? നീ എളിമ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, വിനയം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിന് പരിഹാരം ചെയ്യുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വചനത്തിന്റെ, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി. അച്ഛൻ ഈ വാക്ക് ആവർത്തിച്ച് പറയുന്നത് ഇത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാൻ വേണ്ടിയാണ്. എന്താണ് ആ വാക്ക്? ഈശോയുടെ മനുഷ്യാവതാരം എന്റെ ജീവിതത്തിൽ പുനരാവിഷ്കരിക്കപ്പെടണം. അത് കാലിത്തൊഴുത്തിലെ പിറവിയായിക്കൊള്ളട്ടെ, ദേവാലയത്തിലുള്ള സമർപ്പണമായിക്കൊള്ളട്ടെ, ദേവാലയത്തിൽ ഈശോയുടെ ജീവിതമായിക്കൊള്ളട്ടെ, ഈശോയുടെ പരസ്യ ജീവിതമായിക്കൊള്ളട്ടെ, ഈശോയുടെ പീഡാസഹനമായിക്കൊള്ളട്ടെ, ഈശോയുടെ കുരിശ് മരണമോ
പുനരുദ്ധാനമോ സ്വർഗാരോഹണമോ ആയിക്കൊള്ളട്ടെ, ഈ രഹസ്യങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ പുനരാവിഷ്കരിക്കപ്പെടണം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം ചൊല്ലിയത്. അതിനുവേണ്ടി എന്ത് സംഭവിക്കണം? പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ എന്നതുപോലെ എന്റെ ഉള്ളിലും വന്ന് അടയിരിക്കണം. അടയിരുന്നിട്ട് വചനത്തെ എന്റെ ഉള്ളിൽ മാംസം ധരിപ്പിക്കണം. എന്റെ മാംസം എന്തായി മാറണം? വചനമായി മാറണം. അങ്ങനെ എന്റെ മാംസം ഈശോയുടെ വചനമായി മാറുമ്പോ എന്നിൽ നിന്ന് പ്രസരിപ്പിക്കപ്പെടുന്നത്, പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്തായിരിക്കണം? ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങൾ. ഈശോയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം എന്റെ ശരീരത്തിൽ സംഭവിക്കണം. എന്റെ മനുഷ്യത്വത്തിൽ, ഈശോയുടെ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ സംഭവിച്ചു അതെല്ലാം എന്റെ മനുഷ്യ ശരീരത്തിലും സംഭവിക്കണം. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അങ്ങനെ ഈശോയുടെ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ വർക്കൗട്ട് ചെയ്തു അതെല്ലാം എന്നിലും വർക്കൗട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് രൂപാന്തരീകരണം. കൈയടിച്ച് കർത്താവിന് കണ്ടോ, കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തിയാണ്. ഹല്ലേലൂയ. ഈശോയുടെ മനുഷ്യ ശരീരത്തിൽ, ഈശോയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയൊക്കെ അവൻ പരിശുദ്ധനായിരുന്നു, ഏതുപോലെ അവൻ പരിശുദ്ധനായിരുന്നു, അതുപോലെ ഞാൻ പരിശുദ്ധനായിരിക്കുന്നതിന്റെ പേരാണ് രൂപ. ഈശോ എപ്രകാരം വിനീതനായിരുന്നു, കാലിത്തൊഴുത്തിലെ ഒരു മഹാപുണ്യം അവന്റെ വിനീത അവസ്ഥയാണ്. അവൻ ദാസനായി മാറിയ അവസ്ഥയാണ്, ദരിദ്രനായി മാറിയ അവസ്ഥയാണ്, ഒന്നുമില്ലാത്തവനായി മാറിയ അവസ്ഥയാണ്, എല്ലാവരാലും വാതിലുകൾ കൊട്ടിയടച്ച് പിറക്കാൻ ഒരു ഇടം പോലും കിട്ടാത്തവന്റെ ആ അവസ്ഥയാണ്. ആ വിനീത അവസ്ഥയിലേക്ക് ഞാൻ മാറുമ്പോൾ എന്നിൽ എന്താ സംഭവിച്ചത്? രൂപാന്തരീകരണം. ആരാരുടെ പോലെയായി? ഞാൻ ക്രിസ്തുവിന് സദൃശ്യമായി. അപ്പോൾ എനിക്ക് എന്ത് ലഭിക്കും? മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഞാൻ വളരും, ഉയർത്തപ്പെടും. കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കുറച്ചു പേര് അച്ഛന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ ഈ കൊച്ചി പോയപ്പോഴും വയനാട്ടിൽ പോയപ്പോഴും ഒക്കെ എന്ത് ലളിതമായിട്ടാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. മഞ്ഞുമ്മൽ ബോയ്സിന്റെ സിനിമയിൽ കുഴിയിൽ വീണ കാര്യമൊക്കെ എന്ത് രസം. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ, ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് അച്ഛന് അതുപോലെ ഇവിടെ പറഞ്ഞാൽ പോരെ. 2-3 പേര് വന്ന് 2 ദിവസത്തെ ഗ്യാപ്പിൽ ചോദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ സ്റ്റേജ് കഴിഞ്ഞു, ഇല്ലേ? നമ്മളിനി അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഈ രൂപാന്തരീകരണം തന്നെ, നമ്മളിപ്പോ ഏത് സദനത്തിലാണ്? 4ാമത്തെ സദനത്തിലാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ 1ാം ക്ലാസ്സിലെ ക്ലാസ് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ക്ലാസ് വേറെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ഇടയ്ക്കൊക്കെ 1ാം ക്ലാസ്സിൽ പോയി ഇരിക്കണമെന്ന് തോന്നുമ്പോ നിങ്ങൾ പുറത്തുള്ള കൺവെൻഷന്റെ ടോക്ക് കേട്ടാൽ മതി. ഉറക്കെ വിളിച്ച ഈശോയേ, ഈശോയേ. അപ്പോൾ ക്രിസ്തുമസിന് നമ്മൾ നക്ഷത്രം എവിടെ ഇട്ടിട്ടുണ്ട്? നിങ്ങളുടെ വീടുകളിലൊക്കെ കുറെ ഇട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നക്ഷത്രം ഇട്ടത്? ഒരു 1-2 ക്രിസ്തുമസ് ചിന്തകൾ പറഞ്ഞ് മുന്നോട്ട് പോകാം. ക്രിസ്തുമസിന് നക്ഷത്രം ഇട്ടത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുമസ് 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. 1, ഈ ഭൂമിയിലെ ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യം. രക്ഷകൻ പിറന്നു എന്നതിന്റെ അടയാളമായി നക്ഷത്രം ഉദിച്ചത് കണ്ടപ്പോൾ ജ്ഞാനികൾ രക്ഷകന്റെ പിറവിയെ തിരിച്ചറിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് എവിടെയെങ്കിലും, ഏതെങ്കിലും വീടിന്റെ മുമ്പിൽ, ആരുടെ വീടായിക്കൊള്ളട്ടെ, ഏതെങ്കിലും സ്ഥാപനത്തിന്റെ മുമ്പിൽ, ഒരു വാഹനത്തിലോ എവിടെ ഒരു നക്ഷത്രം കണ്ടാലും ആദ്യം ഓർക്കേണ്ടത് എന്താണ്?
എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്റെ ദൈവം മനുഷ്യനായി രക്ഷകനായി ഭൂമിയിൽ പിറന്നു എന്നത് ഓർക്കുക, നന്ദിയോടെ ഓർക്കുക, അവബോധത്തോടെ ഓർക്കുക. അവന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. രണ്ടാമതായി നക്ഷത്രം ഓർമ്മിപ്പിക്കുന്നത് ഒരു യാത്രയെയാണ്. ഏതാണ് ആ യാത്ര? ജ്ഞാനികൾ ഈശോയിലേക്ക് പോകേണ്ടത് എങ്ങനെയെന്നറിയാതിരുന്ന ജ്ഞാനികൾക്ക് അവരുടെ മുമ്പിൽ ഈ നക്ഷത്രം യാത്ര ചെയ്തു. ഈ നക്ഷത്രം കാണുമ്പോ നമുക്കൊരു ബോധമുണ്ടാകണം. നമ്മെ പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ക്രിസ്തുവാകുന്ന നക്ഷത്രം എനിക്ക് മുൻപിലുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. അപ്പോൾ എനിക്ക് വഴികാട്ടിയായി ഉള്ളത് ഈ ലോകത്തിലെ മിന്നാമിനുങ്ങുകളല്ല, ചിലപ്പോൾ തെളിയുകയും ചിലപ്പോൾ കെട്ടുപോവുകയും ചിലപ്പോൾ ചത്തുപോവുകയും ചെയ്യുന്ന മിന്നാമിനുങ്ങുകളല്ല. എന്നെ ദൈവത്തിലേക്ക് വഴി നടത്തുന്നത് ഒരിക്കലും കെട്ടുപോകാത്ത ക്രിസ്തുവെന്ന വെളിച്ചമാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. മൂന്നാമതായി നക്ഷത്രം നമ്മോട് പറയുന്നത് ഈ കാലിത്തൊഴുത്തിന്റെ മുകളിൽ വന്ന് നിലവിർപ്പിച്ച നക്ഷത്രം. കാലിത്തൊഴുത്തിന്റെ താഴെ ഈ കാലിത്തൊഴുത്തിൽ ക്രിസ്തു ഉണ്ട്. ഇത് നിന്റെ ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ്, നീ ഇവിടെ ആരാധിക്ക് എന്നാണ്. അപ്പോൾ ഭവനത്തിന് മുമ്പിൽ നിലയുറപ്പിക്കുന്ന ഒരു നക്ഷത്രം നമ്മോട് പറയുന്നത് ഈ ഭവനത്തിൽ ക്രിസ്തു ഉണ്ട് എന്നാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ നക്ഷത്രം തൂക്കിയിടുമ്പോ നമ്മൾ ലോകത്തോട് പറയുന്നത് ഈ വീട്ടിൽ ക്രിസ്തു ഉണ്ട് എന്നാണ്. നമ്മളൊരു വാഹനത്തിൽ നക്ഷത്രം തൂക്കിയിടുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നക്ഷത്രത്തിന്റെ ചിത്രം ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് തെളിയുന്നു. അവിടെയൊക്കെ നമ്മൾ പറയുന്നത് ഈ ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്, നിങ്ങൾ അവനെ കുമ്പിട്ട് ആരാധിച്ചു കൊള്ളുക. ആരാധനയുടെ ഒരു സന്ദേശമാണത്. ഉറക്കെ വിളിക്കാം ഈശോയേ. അപ്പോൾ ദൈവത്തിന്റെ രക്ഷാകരമായ പ്രവൃത്തിയുടെ ഓർമ്മ, വഴി നടത്തുന്ന സാന്നിധ്യം, ആരാധനയിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ. മൂന്ന് കാര്യങ്ങള് കൂടുതൽ ധ്യാനിച്ച കൂടുതൽ കിട്ടും. ഈ ഓരോ പ്രാവശ്യം നക്ഷത്രം കാണുമ്പോ, അപ്പൊ എത്രയധികം നക്ഷത്രം കാണുമ്പോ ഇത് ഈ മൂന്ന് കാര്യങ്ങളെങ്കിലും ഓർക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് യാത്ര ചെയ്യാം. നമ്മൾ ഒന്നാം സദനത്തിൽ, ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താവോ? ഒന്ന്, ദേവാലയത്തിനകത്തൊരു 10ഓളം പേരുണ്ട്, പുറത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ അഭ്യന്തര ഹർമ്മ്യം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയ പുസ്തകമാണ് അഭ്യന്തര ഹർമ്മ്യം. ഈ പുസ്തകത്തെ 7 ഭാഗങ്ങളുണ്ട്. 7 ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലുള്ള 7 തലങ്ങളാണ്. ഈ 7 തലങ്ങൾ പളുങ്കുകൊണ്ട് പളുങ്കുമതിലുകൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. 1-ൽ നിന്ന് 2-ലേക്ക്, 2-ൽ നിന്ന് 3-ലേക്ക് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു യാത്രയാണ് പ്രാർത്ഥനയുടെ വളർച്ച. ഒന്നാം തലത്തിൽ, ഒന്നാം സദനത്തിൽ നമ്മൾ ആരാണെന്നും ദൈവം ആരാണെന്നും അറിഞ്ഞ് നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നു. 2-ാം തലത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടത് ആവശ്യമാണെന്നറിയാമെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്മയല്ല ചെയ്യരുതെന്ന് വിചാരിക്കുന്ന തിന്മകൾ ചെയ്തു പോകുന്ന ആത്മീയ സംഘർഷത്തിന്റെ തലം. 3-ാം തലത്തിൽ ആ സംഘർഷത്തിലും വിജയിച്ച്, 1-ൽ വിജയിച്ചവരാണ് 2-ലേക്ക് പോകുന്നത്, അല്ലേ? 1-ൽ തോറ്റവര് 2-ലേക്ക് പോവോ? നമ്മളൊക്കെ 1-ൽ തോറ്റവരാണോ? ഇപ്പൊ സ്കൂളിലാണെങ്കിൽ അങ്ങനെ തോൽവിയില്ല, ഓൾ പാസ്. പക്ഷെ ആത്മീയ ജീവിതത്തിൽ ഓൾ പാസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല, അല്ലേ അച്ഛാ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ യാത്രയിലാണ്. ഈ ആത്മബോധത്തിന്റെ തലം പിന്നിട്ടവർ, ആത്മസംഘർഷത്തിന്റെ തലത്തിൽ വിജയിച്ചവർ, ആത്മീയമായ ദാഹങ്ങൾ, ആഗ്രഹങ്ങൾ. നമ്മൾ പറഞ്ഞു, അവിടത്തെ കാണാൻ ആഗ്രഹം, കർത്താവിനെ കേൾക്കാൻ ആഗ്രഹം, ഒരേ ഒരു മോഹം നിന്നെ ഒന്ന് കാണാൻ, ഒരേ ഒരു ദാഹം നിന്നിൽ ഒന്ന് ചേരാൻ, അവിടത്തോട് ചേർന്ന് മുന്തിരി വള്ളിയിൽ ഒരു ശാഖയായി തീർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ദാഹം. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ കർത്താവിന്റെ കയ്യിൽ കളിമണ്ണായിരുന്ന് കർത്താവിന്റെ കയ്യാൽ രൂപപ്പെടാനായിട്ട് ദാഹം, ബലിയായി തീരാൻ ദാഹം, ക്രിസ്തുവായി വളരാൻ മോഹം, സ്നേഹമായി തീരാൻ ആശ. ഹല്ലേലൂയ. വചനമായി വളരാൻ ആശ. അങ്ങനെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളുടെ മൂന്നാം തലവും കടന്ന് ദൈവ സാന്നിധ്യത്തിന്റെ നാലാം തലത്തിൽ എത്തി നിൽക്കുകയാണ്. ഇത് ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള ഈ നാലാം തല സദനത്തെ കുറിച്ചുള്ള 8ാമത്തെ പ്രഭാഷണമാണ്. ഹല്ലേലൂയ. 8ാമത്തേതും അവസാനത്തേതുമാണ് അച്ഛൻ ഇന്ന് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അച്ഛന് മനസ്സിലായതെങ്കിലും ചിരിച്ചതിന്റെ കുറെ നാളെ അച്ഛൻ ഇത് അവസാനിപ്പിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. എന്താണത്? ഈശോയെ, നീ ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിന്റെ 10 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിന്റെ 10 കാര്യങ്ങള് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് ഓർത്തെടുക്കാം. നമ്മൾ ഒന്നാമതായിട്ട് പറഞ്ഞു, നീ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, മടി കൂടാതെ മടുപ്പ് കൂടാതെ നീ സ്തുതിക്കുന്നുണ്ടെങ്കിൽ അതെന്തിന്റെ അടയാളമാണ്? നിന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമാണ്. രണ്ടാമതായിട്ട്, നീ ദൈവത്തെ അനുസരിക്കുമ്പോൾ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നീ ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളം നിന്റെ ഉള്ളിൽ എന്തുണ്ടെന്നാണ്? ദൈവസ്നേഹമുണ്ട് എന്നാണ്. മൂന്നാമതായി, നീ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ നീ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളം നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട് എന്നുള്ളതാണ്. നീ ആത്മീയമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ ഒരുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളം നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട് എന്നാണ്. ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിക്കുന്നത് വഴി ദൈവം മഹത്വപ്പെടുന്നു. അങ്ങനെ ശരീരം വിശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളം എന്താണ്? നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട് എന്നാണ്. ഹല്ലേലൂയ. ചില ആളുകൾ വിചാരിക്കും, ഞാൻ അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ചിട്ട് ദൈവം അങ്ങനെ മഹത്വപ്പെടണ്ട. അങ്ങനെ ചിന്തിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവസ്നേഹമില്ല എന്നാണ്. ഹല്ലേലൂയ. നീ മറ്റുള്ളവരുടെ നന്മ, സീക്കിംഗ് ദ ഗുഡ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ നന്മ അന്വേഷിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോ ദൈവം മഹത്വപ്പെടുത്തുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? ദൈവസ്നേഹമുണ്ട് എന്നാണ്. ഹല്ലേലൂയ. നീ ഉദാരമായി നൽകുമ്പോൾ ദൈവം മഹത്വപ്പെടുന്നു. അങ്ങനെ ഉദാരമായി നൽകിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട് എന്നാണ് അർത്ഥം. നീ ആദരണീയമായി ജീവിക്കുമ്പോൾ അതിന്റെ അർത്ഥം, ആദരണീയമായി ജീവിക്കുന്നതിന്റെ ഒരു ഉദാഹരണം പെട്ടെന്ന് അച്ഛന്റെ മനസ്സിലേക്ക് വരുന്നത് കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കളെ കുറിച്ചാണ്. കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കള് എല്ലാ ദിവസവും ഒരുമിച്ച് പള്ളിയിൽ, ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് പള്ളിയിൽ പോകുന്നത് കാണുമ്പോ അതൊരാദരണീയമായ ജീവിതമാണ്. ആദരണീയമായ ജീവിതം കണ്ട് അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നീ മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമാകുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുന്നു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നീ ആ പെയിൻ എടുക്കുമ്പോൾ അതിന്റെ അർത്ഥം നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട് എന്നാണ്. 9ാമതായി, നീ സഹനങ്ങളിൽ, പീഡനങ്ങളിൽ വിശ്വസ്തയോടുകൂടെ നിലനിൽക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുന്നു. നീ ഒരു പ്രയാസമുണ്ടായെങ്കിലും
നീ നിന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചില്ല. നിനക്ക് ഒരു സഹനമുണ്ടായി, നിന്നെ ശാരീരികമായി ചില ആളുകൾ ബുദ്ധിമുട്ടിപ്പിച്ചു, മാനസികമായി ബുദ്ധിമുട്ടിച്ചു. അതിന്റെ ഇടയിലും നീ വിശ്വസ്തയോടുകൂടെ നിലനിന്നു. കാരണം അങ്ങനെ നിലനിൽക്കുമ്പോൾ ദൈവം മഹത്വപ്പെടും. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്താണ് നിന്റെ ഉള്ളിൽ ചാലക ശക്തിയായി മാറിയത്? ദൈവസ്നേഹമാണ്. 10ാമതായി അവസാനമായി, നീ വിശ്വാസത്തോടെ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യമല്ല ഈ മരിക്കുന്ന സമയത്തും ഞാൻ എന്റെ കർത്താവിന് വേണ്ടി മരിക്കുന്നു എന്ന് പറയുന്നത്. മരണസമയത്ത് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിച്ച ആളുകളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ അവസാന വിനാഴികയിലും നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട്. ഈ 4ാം സദനത്തിൽ അപ്പോൾ അത്രയും കഴിഞ്ഞു. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ദൈവസ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള 4ാമത്തെ ഒരു കാര്യം അമ്മ ത്രേസ്യ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവസ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള 3 മാനദണ്ഡങ്ങൾ. അമ്മ ത്രേസ്യ പറഞ്ഞ 3 മാനദണ്ഡങ്ങളെ അച്ഛൻ കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ചു എന്നുള്ളൂ. അമ്മ ത്രേസ്യ പറഞ്ഞു, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ പ്രീതി അന്വേഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നിൽ ദൈവസ്നേഹമുണ്ട്. 2, ഒരു കാര്യത്തിലും അവിടുത്തെ നിന്ദിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്ന ഒരാളാണോ നീ? അങ്ങനെയാണെങ്കിൽ നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട്. 3ാമതായി, അവിടുത്തെ പുത്രന്റെ മഹത്വം പ്രചരിപ്പിക്കുന്നതിൽ നീ തീഷ്ണത കാണിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നുള്ളിൽ ദൈവസ്നേഹമുണ്ട്. 4ാമതായി, തിരുസഭയുടെ അതിരുകൾ വിശാലമാക്കുന്നതിൽ തീഷ്ണത കാണിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ ദൈവസ്നേഹമുണ്ട്. കൈയടിച്ച് നന്ദി പറഞ്ഞ്. അപ്പൊ ദൈവസ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള 1ാമത്തെ കാര്യം എന്താണ്? എല്ലാ കാര്യത്തിലും ഒന്ന് പറ, അല്ലെങ്കിൽ ഉറക്കം വരും. എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുക. കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങ് പറ. ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുക. 2ാമതായി അപ്പോ എല്ലാ കാര്യത്തിലും, ജോലിയാണോ, വിവാഹമാണോ, സ്ഥലം മേടിക്കുന്ന കാര്യമാണോ, സ്ഥലം വിൽക്കുന്ന കാര്യമാണോ, ഏത് കാര്യമാണെങ്കിലും, വീട് പണിയുന്ന കാര്യമാണോ, അത് എത്ര വലിയ വീട് പണിയണം, ചെറുത് പണിയണോ, വലുത് പണിയണോ, ഒരു വാഹനം മേടിക്കുന്ന കാര്യമാണോ, അത് ഏത് മേടിക്കണം, എങ്ങനെ മേടിക്കണം, ഇപ്പൊ മേടിക്കണോ വേണ്ടേ, ഇതിലെല്ലാത്തിലും, ചെറുതിലും വലുതിലും ആരുടെ ഇഷ്ടം അന്വേഷിക്കുക? ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുക. 2ാമതായിട്ട് എന്താണ്? പറഞ്ഞു, ഒരു കാര്യത്തിലും അവിടുത്തെ നിന്ദിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. ഞാനൊരു വാക്ക് പറഞ്ഞിട്ട്, ഞാനൊരു പ്രവൃത്തി ചെയ്തിട്ട് ദൈവം വേദനിക്കാൻ പാടില്ല. അല്ലേ? നമ്മൾ ചില മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമെടുക്കാറുണ്ട്. കൊച്ചു സങ്കടപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ ചില സഹോദരിമാര് ചിന്തിക്കും, എന്റെ ഭർത്താവിന് ഒരു തരത്തിലും ഒരു വിഷമവും ഇല്ലേ? അങ്ങനെ ചിന്തിക്കാറില്ലേ? എന്താണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാര് വിചാരിക്കും, എന്റെ ഭാര്യയ്ക്ക് ഒരു തരത്തിലും ഒരു വിഷമവും, അവര് പറയട്ടെ, എന്റെ ഭാര്യയ്ക്ക് ഒരു തരത്തിലും ഒരു വിഷമവും ഇവിടെ ആരും ഇല്ലേ? ഉണ്ടാകരുത്. അസ്നേഹമുള്ളത് കൊണ്ടുള്ള തീരുമാനമാണ്. പ്രിയപ്പെട്ടവര്, അതുപോലെ നമ്മൾ ദൈവമക്കളായ നമ്മൾ ആഗ്രഹിക്കുകയാണ്, എന്റെ ഒരു പ്രവൃത്തി കൊണ്ടും ഞാൻ ദൈവത്തെ നിന്ദിക്കുകയോ ദൈവത്തെ വേദനിപ്പിക്കുകയോ ചെയ്യുകയില്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, നമ്മള് വീട്ടില് മുഖം വീർപ്പിച്ച് നടക്കുന്ന പരിപാടിയില്ലേ? ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കോപിക്കുന്നൊരു ശീലമില്ലേ? ഉണ്ടോ? ദേഷ്യപ്പെടുന്നൊരു ശീലം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രവൃത്തി കൊണ്ട് ദൈവത്തിന് വിഷമമുണ്ടാകും എന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അപ്പോൾ അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവസ്നേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മനുഷ്യ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മൾ മുഖം വീർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നത്, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്റെ കർത്താവിനെ അത് വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്ന് ചിന്ത വരുമ്പോ തന്നെ എന്ത് സംഭവിക്കും? ഇല്ലേ? അപ്പോ അങ്ങനെയാണ് നമ്മുടെ ഈ ആത്മീയത നമ്മുടെ ജീവിതമായി മാറുന്നത്. അപ്പൊ ഒരു കാര്യത്തിലും അവിടുത്തെ നിന്ദിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്നതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെല്ലാവരും ദൈവത്തെ ഒരു കാര്യത്തിലും വേദനിപ്പിക്കുകയില്ല എന്ന് തീരുമാനമെടുത്താൽ തന്നെ ഭൂമി എന്തായി മാറും? വെരി ഗുഡ്, കൈയടിച്ച് കർത്താവേ. ഭൂമി മാത്രമല്ല, നമ്മുടെ വീടും എന്തായി മാറും? സ്വർഗമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് എന്താണ് അമ്മത്രേസ്യ പറയുന്നത്? കർത്താവിന്റെ മഹത്വം പ്രചരിപ്പിക്കുന്നതിൽ തീഷ്ണതയുണ്ടാവുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. അവസാനമായിട്ട് ദൈവസ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു മാനദണ്ഡമാണ് തിരുസഭയുടെ അതിരുകൾ വിശാലമാക്കുന്നതിൽ തീഷ്ണത കാണിക്കുന്നതിൽ എന്ത് വെളിപ്പെടും? ദൈവസ്നേഹമുണ്ടോ എന്ന് വെളിപ്പെടും. നമ്മൾ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സന്താന സൗഭാഗ്യം നടക്കണം, കല്യാണം നടക്കണം, ജോലി കിട്ടണം, കടബാധ്യത മാറണം, പരീക്ഷ ജയിക്കണം, അല്ലേ? ഇതെല്ലാം വിദേശത്ത് പോകാൻ പറ്റണം, വിസ തടസ്സം മാറണം, അല്ലെങ്കിൽ പരീക്ഷ പാസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ തീഷ്ണതയോടുകൂടെ. നമ്മൾ അത്രമാത്രം തീഷ്ണതയോടുകൂടെ ഈ തിരുസഭയുടെ അതിരുകൾ വിശാലമാക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഓ പിന്നെ ഇതിപ്പോ ഞങ്ങള് പ്രാർത്ഥിച്ചിട്ട് വേണ്ട, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മിഷൻ പ്രദേശങ്ങളിൽ ദേവാലയമില്ല, ക്രിസ്ത്യാനികളില്ല, അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വൈദികരില്ല. ഇവിടെ ഇരിക്കുന്ന ജെയിംസ് അച്ഛൻ മേഘാലയയിൽ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന അച്ഛൻ. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കർത്താവിനെ അറിയാത്തവർ വീണ്ടും കർത്താവിനെ അറിയണം എന്നൊരു നിയോഗം തീഷ്ണതയോടുകൂടെ വരാറുണ്ടോ? ഈശോയെ അറിയാത്തവർ ഈശോയെ അറിയണം. അതാണ് തിരുസഭയുടെ അതിരുകൾ വിശാലമാക്കുന്നതിൽ. അമ്മത്രേസ്യ 2 ആഴ്ച മുമ്പ് അച്ഛൻ പറഞ്ഞു, എന്തിനു വേണ്ടിയാണ് തന്റെ കർമ്മലീത്ത കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള മഠം നവീകരിച്ചത് എന്ന്. അമ്മത്രേസ്യ പറഞ്ഞു, നമുക്ക് കൂടുതൽ ത്യാഗമനോഭാവത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരണം പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗങ്ങളുടെ ഒരു നവീകരണം, പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ രൂപമെടുത്ത ഒരു കാലഘട്ടത്തിലാണ്. പലരും സഭ ഉപേക്ഷിക്കുന്നു, അതുപോലെ തന്നെ പലരും ഈശോയെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒത്തിരി പേർ നരകത്തിൽ ചെന്ന് വധിക്കുന്നു, ശുദ്ധീകരണ സ്ഥലത്തിൽ സഹനം അനുഭവിക്കുന്നു. അതുകൊണ്ട് അമ്മത്രേസ്യ പറഞ്ഞു, നമുക്ക് മിണ്ടാമടങ്ങളിൽ ഇരുന്ന് ഈ ലോകത്തിനു വേണ്ടി തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാം, സഭയുടെ അതിരുകൾ വിശാലമാക്കണമേ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് അമ്മത്രേസ്യ ചത്തു പണിയെടുത്ത് ജീവിച്ചത്, മരിച്ചത്. ഇനി എന്നിട്ടും പോരാഞ്ഞിട്ട് അമ്മത്രേസ്യ പറഞ്ഞു, നമ്മൾ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പുരുഷന്മാര്, സന്യാസ സമൂഹങ്ങളിലുള്ള വൈദികര് ലോകമെമ്പാടും പോയി വചനം പ്രഘോഷിക്കണം. അതിനുവേണ്ടി അമ്മത്രേസ്യ വീണ്ടും പരിശ്രമം നടത്തി. പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള നിഷ്പാതുക കർമ്മലീത്ത സഭയുടെ പുതിയ വിങ് തുടങ്ങി. നവംബർ 28 നമ്മൾ അതിന്റെ വാർഷികം ആഘോഷിച്ചതാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ തിരുസഭയുടെ അതിരുകൾ വിശാലമാക്കുന്നതിൽ ഡിസംബർ 3 നമ്മൾ ഒരു വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിച്ചു. ആരുടെയാണ്? ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ആഘോഷിച്ചു. ഫ്രാൻസിസ് സേവ്യർ 40 ലക്ഷം പേർക്കാണ് 16-ാം നൂറ്റാണ്ടിൽ
മാമോദീസ നൽകിയതെന്നാണ് ഒരു കണക്ക്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവും പകലും ചത്ത് പണിയെടുത്ത് കർത്താവിന്റെ വചനം പ്രഘോഷിച്ച് ജ്ഞാനസ്നാനം നൽകി. വെള്ളമൊഴിച്ച് തന്നെ കൈ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ തിരുസഭയുടെ അതിരുകൾ വിശാലമാകുന്നതിൽ അധ്വാനിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യ എങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി മാറിയത്? ഇതുപോലെ ഉള്ളിലിരുന്ന് അവൾ ത്യാഗമെടുത്ത്, അവൾ ഒരു ഉപവാസമെടുത്തത് അവൾക്ക് വേണ്ടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. അവൾ പറയാണ്, ഞാൻ ഈ ത്യാഗമെടുക്കുകയാണ്, ഈ ത്യാഗമെടുക്കുന്നത് വഴി എന്റെ കൊച്ചിന്റെ ജോലി തടസ്സം മാറണം. ഞാൻ മുട്ടയിൽ വലിയുന്നത് എന്തിനു വേണ്ടിയാണ്? എന്റെ മോളുടെ വയറ്റിലുള്ള വേദന മാറണം, എന്റെ മകന്റെ ജോലി, എന്റെ മകന്റെ മദ്യപാനം മാറണം. മുട്ടയിൽ വലിയാണ്. ത്യാഗമെടുത്തതൊക്കെ ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ വീടെന്ന് പറയുന്ന 4 അതിരിന്റെ ഉള്ളിൽ, ഇതിന്റെ പുറത്തൊന്നും പോവരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചതും, നമ്മൾ ത്യാഗമെടുത്തതും, നമ്മൾ പള്ളിയിൽ പോയതും, നമ്മൾ ഉപവസിച്ചതുമൊക്കെ നമുക്ക് ഒരു മെച്ചപ്പാടുണ്ടാകണം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടായിക്കോട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കൊച്ചിന് വേണ്ടി, നമ്മുടെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആ മകനോട്, മകളോട് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്നേഹമില്ലാന്ന് വിചാരിക്കേ, പിന്നെ അവന് വേണ്ടി ഞാനിപ്പോ ഇറച്ചി ഉപേക്ഷിക്കും, അവൾക്ക് സ്നേഹമില്ലെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ നമുക്ക് തിരുസഭയോട്, തിരുസഭയിൽ നടക്കുന്ന വചനപ്രഘോഷണത്തോട്, സുവിശേഷവൽക്കരണത്തോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? സഭയുടെ അതിരുകൾ വിശാലമാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്. ഒരു വചനം എടുക്കാം, ഇന്ന് ആദ്യത്തെ വചനമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:24. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:24 വായിക്കാം. കയ്യിൽ ബൈബിൾ ഉള്ളവർക്ക് ബൈബിൾ എടുക്കാം. മൊബൈൽ. എന്നാൽ എന്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സാക്ഷ്യം നൽകണം. ഈ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകണം. എന്തിന്? അനേകരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാക്ഷ്യം നൽകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൈയടിച്ച് നന്ദി പറയാം. കാരണം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ സഭയുടെ അതിരുകൾ വിശാലമാക്കണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. പൗലോസ് അപ്പോസ്തലൻ ഈ സഭയുടെ അതിരുകൾ വിശാലമാക്കുന്നതിന് വേണ്ടി സഹിച്ച സഹനങ്ങളെ കുറിച്ച് കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 33 വരെ ഒരു സഹനങ്ങളുടെ ഒരു സങ്കീർത്തനമാല, സഹനങ്ങളുടെ ഒരു ലുത്തിനിയ എഴുതി വെച്ചിട്ടുണ്ട്. സഹനങ്ങളുടെ ഇല്ലേ? നമ്മള് എനിക്കിപ്പോ എന്തോരം കഷ്ടപ്പാടുണ്ടായിന്ന് ലുത്തിനിയ ചൊല്ലാറില്ലേ? നമുക്കുണ്ടായ, നമുക്ക് വേണ്ടി ജീവിച്ചപ്പോ, അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തെന്നും പറഞ്ഞ് ലുത്തിനിയ കൊല്ലാറില്ല. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറയാൻ ആരും ഉണ്ടാവാറില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ? ഞാനും മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു. സഭയുടെ അതിരുകൾ വിശാലമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം. വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു. ഞാൻ ജയിലിൽ പോയി കിടന്നത് ഏതെങ്കിലും തിന്മ പ്രവർത്തിച്ചത് കൊണ്ടല്ല. ഞാൻ ജയിലിൽ പോയി കിടന്നത്
എന്തെങ്കിലും തെമ്മാടിത്തം കാണിച്ചോണ്ടല്ല, ഞാൻ വചനം പ്രഘോഷിച്ചത് കൊണ്ട് എനിക്ക് ജയിലിൽ കിടക്കേണ്ട വന്നു. എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടി കൊണ്ടടിക്കപ്പെട്ടു. ഒരു പട്ടിയെ തല്ലുന്നത് പോലെ തെരുവിലിട്ട് അവരെന്നെ തല്ലി. എന്തിന്? ഞാൻ സഭയുടെ അതിരുകൾ വിശാലമാക്കാൻ പോയതിന്. ഹല്ലേലൂയ. ഒരു രാത്രിയും പകലും കടലിൽ ഒഴുകി നടന്നു. എന്തിന്? സഭയുടെ അതിരുകൾ വിശാലമാക്കാൻ പോയത് കൊണ്ടാണ്. ഞാൻ സഞ്ചരിച്ച എന്റെ കപ്പല് തകർന്ന് വെള്ളത്തിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകളിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും മറ്റുള്ളവര് വന്ന് തല്ലിയത് പോട്ടെ, വീട്ടുകാരും തല്ലി. പള്ളി പോയനെ കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. എന്തിനു വേണ്ടി? സഭയുടെ അതിരുകൾ വിശാലമാക്കാൻ പോയതിനു വേണ്ടി. എന്നിട്ട് നിർത്തിയോ? നിർത്തിയില്ല. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും, അതായത് പട്ടിണി കിടക്കേണ്ടി വന്നു. എന്തിനു വേണ്ടി? വചനം പ്രഘോഷിക്കാൻ പോയുള്ളൂ. സഭയുടെ അതിരുകൾ വിശാലമാക്കാൻ പോയപ്പോ എനിക്ക് പട്ടിണി കിടക്കേണ്ടി വന്നു. പിന്നെ ഞാൻ പോവോ? പട്ടിണി കിടന്നു എന്നുള്ളത് പോട്ടെ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ല. വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പകലുകള്, രാത്രികള്. എന്തിനു വേണ്ടി? സഭയുടെ അതിരുകൾ വിശാലമാക്കാൻ പോയതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠ അനുദിനം അലട്ടിക്കൊണ്ടിരുന്നു. പൗലോസ് അപ്പോസ്തലന് ഉറക്കാൻ പറ്റാതിരുന്നത് നാളെ ജപ്തി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല. അല്ലേ? ചേച്ചി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി കാണുന്നത് എന്താണ്? പോലീസുകാർ വരുന്നു, എന്നിട്ട് എല്ലാം ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നു. അത് ഓർത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കടം വല്ലതും എടുത്തിട്ടുണ്ടോ? 3 ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ല പൗലോസിന് ഉറങ്ങാൻ പറ്റാത്തത്. സഭകളെ കുറിച്ചുള്ള ഈ സഭയിൽ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ പൗലോസ് പഠിപ്പിച്ചു, അധ്വാനിച്ചു, സഭ രൂപീകരിച്ചു, അടുത്ത സ്ഥലത്തേക്ക് പോയി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ കേൾക്കാണ് ആ സഭയിൽ ഭയങ്കര തമ്മിത്തല്ല. വിശ്വസിച്ചവര് തമ്മില് തല്ലാണ്. കുറച്ച് ആൾക്കാര് അവരുടെ ആൾക്കാരാണെന്നും ഇവരുടെ ആൾക്കാരാണെന്നും പറഞ്ഞ് വേർതിരിവുകളോടുകൂടെ ജീവിക്കുകയാണ്. അപ്പോൾ സഭയെ കുറിച്ചുള്ള ഉത്കണ്ഠ. ഞാൻ സ്ഥാപിച്ച സഭ ആകെ കൊളമായിട്ട് കിടക്കുകയാണല്ലോ. അവിടെ വ്യഭിചാരമാണ്, അവിടെ ഭിന്നതയാണ്, ഇവിടെ കലഹമാണ്, അവിടെ വിദ്വേഷമാണ്, അവിടെ മാറ്റി നിർത്തലാണ്, അവിടെ സ്വാർത്ഥതയാണ് ഓരോ സഭയിലും. അപ്പോ സഭകളെ കുറിച്ചുള്ള ഉത്കണ്ഠ ഇതെന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ ഇതെല്ലാം ചെയ്തത് എന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള സ്നേഹം കൊണ്ടാണ്. ഒടുവിൽ ഏറ്റവും അവസാനം അച്ഛൻ വായിക്കും 33. എന്നെ പിടികൂടുന്നതിന് വേണ്ടി രാജാവ് നഗരത്തിന് കാവലേർപ്പെടുത്തി പിടികിട്ടാ പുള്ളിയായിട്ട് എന്നെ പ്രഖ്യാപിച്ചു. ആരെ? പൗലോസിനെ പടോട്ടിച്ചു വെച്ചു. പിടിച്ചു കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ സമ്മാനം. ആര് പിടിച്ചു കൊടുക്കുന്നവർക്ക്? പൗലോസിന് പിടിച്ചു കൊടുക്കുന്നവർക്ക്. അപ്പൊ എന്ത് ചെയ്തെന്നറിയാമോ? അങ്ങനെ നഗരത്തിന് കാവലേർപ്പെടുത്തി. അപ്പൊ ശിഷ്യന്മാരെന്ത് ചെയ്തു? മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ ഞാൻ താഴേക്ക് ഇവനൊരു കൊട്ടയിലാക്കിയിട്ട് ചാക്കിട്ട് മൂടി. സിനിമയിലൊക്കെ കാണാറില്ലേ? ഒരു കൊട്ടയിലാക്കിയിട്ട് പൗലോസിനെ ചാക്കിട്ട് മൂടിയിട്ട് കിളിവാതിലിലൂടെ താഴേക്ക് ഇറക്കി. അങ്ങനെ അവന്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. രാത്രിക്ക് രാത്രി ഒളിച്ചോടേണ്ടി വരികയാണ്. എന്തിനു വേണ്ടി? സഭയുടെ അതിരുകൾ വിശാലമാക്കാൻ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ പറയുകയാണ്, നിനക്ക് ഈ സഭയുടെ അതിരുകൾ വിശാലമാക്കാൻ ഹൃദയത്തിൽ ദാഹവും ആഗ്രഹവും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് ദൈവസ്നേഹമുണ്ടെന്നാണ്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ, ബാക്കി പറഞ്ഞു,
ദൈവസ്നേഹം ഇല്ല എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ അവസാനം പറഞ്ഞ കാര്യം ഒന്ന് വെച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള ദൈവസ്നേഹം ഒന്ന് അളന്നു നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഭയുടെ അതിരുകൾ വിശാലമാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. മിഷൻ സൺഡേയിൽ അച്ഛന്മാർ പ്രസംഗം പറയാറില്ലേ? പ്രാർത്ഥിക്കാൻ സാധിക്കും, സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ സാധിക്കും, വ്യക്തി കൊണ്ട്, ആളുകൊണ്ട് സഹായിക്കാൻ സാധിക്കും. നമ്മുടെ കുടുംബങ്ങളിലുള്ള മക്കളോട് പറയണം, നീ ദൈവവേല ചെയ്യണം, നീ ദൈവ ശുശ്രൂഷ ചെയ്യണം. ദൈവമേ, അങ്ങയുടെ രാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവസ്നേഹം എങ്ങനെ അളക്കാമെന്ന് നമ്മൾ ഏകദേശം പഠിച്ചോ ഇല്ലയോ? പഠിച്ചു. ഇനി വേറൊരു കാര്യം കൂടി അളക്കാൻ പറ്റുമെന്ന് അമ്മ ത്രേസ്യ പറയാണ്. ശരിക്കും അത് പറയാന്ന് വിചാരിച്ചാണ് അച്ഛൻ വന്നത്, അത് തുടങ്ങിയിട്ടില്ല. അമ്മ ത്രേസ്യ ഈ 4-ാം സദനത്തിൽ, അഭ്യന്തരഹർമ്മ്യം 4-ാം സദനത്തിൽ അമ്മ ത്രേസ്യ പറയുന്ന മറ്റൊരു കാര്യം കൂടി അളക്കാൻ നമുക്കുണ്ട്. അത് ഹ്യൂമിലിറ്റി ടെസ്റ്റാണ്. നമ്മുടെ ഉള്ളിൽ എത്രമാത്രം എളിമയുണ്ട് എന്ന് നമുക്ക് അളക്കാൻ പറ്റും. പറയണോ വേണ്ടേ? വേണോ? എന്നാ എല്ലാവരും കൂടി ഉറക്കെ വിളിച്ച ഈശോയേ. നല്ല സ്വരം ഉണ്ടല്ലോ, ഒന്ന് ചങ്കുകൊട്ടി വിളിച്ചേ. പ്രൈസ് ദി ലോർഡ്. കുറച്ചുകൂടി അഭിഷേകത്തോടെ കൂടെ വിളിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഈ 2 ആഴ്ച അച്ഛൻ പുറത്തൊക്കെ പോയിട്ട് അവിടെ അവരുടെ ഈശോയെ വിളിയൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വിളിക്കുന്ന ആ പഞ്ച് എവിടെ പോയാലും കിട്ടൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എളിമ കൊണ്ട് കർത്താവിനെ സ്വാധീനപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ സ്വർഗത്തിലുള്ള ദൈവകുമാരനെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് എന്ന് പറയുന്നൊരു കവിതയുണ്ട്. എളിമ കൊണ്ടാണ്, എളിമയെന്ന പുണ്യം കൊണ്ട് ദൈവത്തെ ആകർഷിച്ചു. കാരണം ദൈവം എളിമയാണ്. എളിമയായിട്ടുള്ള ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുണ്യമേതാണ്? എളിമയാണ്. എളിമയായ ദൈവം പരിശുദ്ധ അമ്മയിലെ എളിമ കണ്ട് ആകൃഷ്ടനായി എന്നാണ് പറയുന്നത്. അങ്ങനെ ആകൃഷ്ടനായ ദൈവം അവളിലേക്ക് ഇറങ്ങി വന്നു. കൈയടിച്ച് നന്ദി പറയാം. ഒന്നാമതായി അച്ഛന് വേഗം തീർക്കാനുള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ എളിമയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒന്നാമതായി അമ്മ ത്രേസ്യ പറയുകയാണ്, സ്വാർത്ഥപരമായ ഉദ്ദേശമൊന്നും കൂടാതെ ദൈവത്തെ സ്നേഹിക്കുകയാണ് അതിനത്യന്താപേക്ഷിതമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതായത് എളിമയുള്ളവര് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സ്വന്തം ഉദ്ദേശം, ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വന്തം ഉദ്ദേശമൊന്നും ഉണ്ടാവുകയില്ല. നമുക്ക് ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില ഉദ്ദേശങ്ങളുണ്ട്, ഇല്ലേ? 33 ആഴ്ച വരാമെന്ന് വിചാരിച്ചത് എന്തോ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടല്ലേ? അല്ലേ? OET പാസ്സാവണമെന്ന് വിചാരിച്ചിട്ട് എന്തോ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ 33 ആഴ്ച വരാമെന്ന് തീരുമാനിച്ചത്. അമ്മ ത്രേസ്യ പറയുകയാണ്, സ്വാർത്ഥപരമായ ഉദ്ദേശമൊന്നും കൂടാതെ ദൈവത്തെ സ്നേഹിക്കുകയാണ് എളിമയുടെ അത്യന്താപേക്ഷിതമായ കാര്യം. ഒന്നാമത്തെ ടെസ്റ്റ്. കാരണം എന്താണെന്നറിയാവോ? നമ്മൾ ആരാധിക്കുന്നതിന് വേറൊരു കാരണം വേണ്ട. എന്താണ്? ആരാധിക്കുന്നതിന്, പള്ളിയിൽ പോകുന്നതിന് നമുക്ക് ഒരു കാരണം വേണ്ട. മറ്റേ സൈക്കിളിന്റെ പരസ്യത്തിൽ പണ്ട് പറഞ്ഞിരുന്നത് പോലെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട്. അങ്ങനെ ഒരു കാരണം വേണ്ട. എന്തുകൊണ്ടാണ്? ആരാധിക്കുന്നതിന് നമുക്ക് കാരണം വേണ്ട. കാരണം ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ.
കൈയടിച്ച് കർത്താവിന്. ഈ സൂര്യൻ കത്തിജ്വലിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നിയോഗം വെച്ചിട്ടാണോ സൂര്യൻ കത്തിജ്വലിക്കുന്നത്? ഇന്ന് ഒരു നിയോഗം, 3 നിയോഗങ്ങൾ വെച്ചിട്ടാണോ സൂര്യൻ ജ്വലിക്കുന്നത്? അല്ല. എന്തെങ്കിലും നിയോഗം വെച്ചിട്ടാണോ പുഴ ഒഴുകുന്നത്? എന്തെങ്കിലും നിയോഗം വെച്ചിട്ടാണോ മഴ പെയ്യുന്നത്? ഈ കാർമേഘങ്ങൾ അത് പെയ്യാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. അത് പെയ്യും. പ്രത്യേകിച്ച് അത് പെയ്യുക എന്നുള്ളത് ആ മേഘത്തിന്റെ പർപ്പസാണ്. കൈയടിച്ച് നന്ദി പറയാം. ഇനി സൂര്യൻ ജ്വലിക്കുക എന്നത് സൂര്യനെ സംബന്ധിച്ച് പ്രത്യേക ഒരു നിയോഗം വേണ്ട. ജ്വലിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് സൂര്യൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ പോട്ടെ, സൂര്യനെയും ചന്ദ്രനെയൊക്കെ വിടും. നമ്മൾ ഈ റബ്ബർ വെട്ടുമ്പോ പാല് വരുന്നത് എന്തെങ്കിലും നിയോഗം വെച്ചിട്ടാണ്. അതിന് പാല് വരിക എന്നുള്ളത് അതിന്റെ ഒരു നിയോഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ മനുഷ്യൻ ജനിച്ചത് തന്നെ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം, പ്രൈമറി പർപ്പസ് അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ പർപ്പസ്, അസ്തിത്വപരമായ പർപ്പസ് എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. യോഹന്നാൻ 17:4, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അവിടത്തെ മഹത്വപ്പെടുത്തി. ഈശോ പറയുകയാണ്, എന്നെ ഏൽപ്പിച്ച ജോലികൾ പലതുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാര്യമാണ് പൂർത്തിയാക്കിയത്. അതാണ് എന്റെ പർപ്പസ്. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസ്സുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങൾ എന്തു വേണേലും ചെയ്തു, നിങ്ങൾ തിന്നേ, കുടിക്കേ, തലകുത്തി മറിയേ, എന്തു വേണേലും ചെയ്തോ. പക്ഷെ ആ ചെയ്യുന്നതെല്ലാം എന്തിനു വേണ്ടി ചെയ്യണം? ദൈവമഹത്വത്തിന് ഉപകരിക്കുന്നതായിരിക്കണം. കാരണം എന്താണ്? നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത്. ദൈവാരാധന എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ പ്രൈമറി പർപ്പസ് ആണ്, പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമാണ്. കൈയടിച്ച് നന്ദി പറയാം. സഭാപ്രസംഗകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ഉം 14-ഉം തിരുവചനങ്ങൾ. സഭാപ്രസംഗകൻ 12, 13, 14 നമുക്ക് വായിക്കാം. സഭാപ്രസംഗകൻ 12, 13, 14. പരിസമാപ്തി. ഇതാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സഭാപ്രസംഗകൻ പറയുകയാണ്, ദൈവഭയമുള്ളവനായിരിക്കുക. നീ ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും. നീ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ്, ദൈവഭയമുള്ളവനായിരിക്കുക, ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 100-ാം സങ്കീർത്തനം 2 മുതലുള്ള തിരുവചനങ്ങൾ. 100-ാം സങ്കീർത്തനം. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്നറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാഗീതങ്ങളോടെ അവിടുത്തെ കവാട
കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് സങ്കീർത്തകൻ പറയുകയാണ്, ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. ഓക്കെ, ശരി. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ചോദിച്ച് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. കത്തിയുണ്ടോ കേക്കുണ്ടോ എന്നല്ലേ ചോദിച്ചു. ഗുണ്ടുണ്ടോന്നല്ല, ഡൗട്ട് ഉണ്ടോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഡൗട്ടില്ല, കർത്താവാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നമ്മൾ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. സംശയമുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെതാണെന്ന് സംശയമുണ്ടോ എന്ന് ചോദിച്ചെടുത്തിരിക്കുന്ന ആളോട്. സംശയമില്ലല്ലോ. ആരെങ്കിലും സംശയം ഉണ്ടോന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ അത് ഓക്കെയാണ്. നാം അവിടുത്തെ ജനമാണ്. നമ്മൾ ആരാണ്? സംശയമുണ്ടോ? വേറെ വല്ലവരുടെ ആണെന്ന് തോന്നുന്നുണ്ടോ? ചില ആളുകള് ഒരു വല്യമ്മച്ച് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്റെ വീട് ചെകുത്താന്റെ വീടാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ചേച്ചി അങ്ങനെയൊക്കെ പറയല്ലേ. നമ്മൾ ആരുടെ ജനമാണ്? എന്താ ഒരു സന്തോഷമില്ലാത്ത? സാധാരണ രീതിയിൽ ദൈവത്തിൻ്റെയാണ്. പക്ഷെ ആ ചേട്ടൻ കള്ളു കുടിച്ചു വന്ന പിന്നെ എന്റെ വീട് ചെകുത്താന്റെ വീടാണ് എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല വീടാണ്. കള്ളു കുടിച്ചു വന്ന പ്രശ്നമാണ്. ചേട്ടനും പ്രശ്നമാണ്. ചേട്ടൻ കള്ളു കുടിക്കുന്നത് കണ്ട എനിക്കും ചെകുത്താൻ കയറുമെന്ന്. അങ്ങനെയുണ്ട്. വേറെ എല്ലാവരും കള്ളു കുടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ കണ്ടു നിൽക്കുന്നവർക്കും പൂസാവും എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. 3 കാര്യങ്ങൾ. നമ്മെ അവിടെ നിന്നാണ് സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. അവിടുത്തെ ജനവും അവിടുന്ന് നയിക്കുന്ന ആചഗണവുമാണ്. നമ്മളെ ആരാ നയിക്കുന്നത് ഒന്ന് ചോദിച്ചാൽ, ആരാ നയിക്കുന്നതെന്ന് ചോദിച്ച്. നമ്മുടെ മക്കളെ ആരാണ് നയിക്കുന്നത്? ഗൂഗിൾ മാപ്പ് അല്ലല്ലോ, അല്ല. അപ്പൊ നമ്മളെ നയിക്കുന്നത് ദൈവമാണ്. ഇനി എന്തു വേണം? നമ്മൾ ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ ദൈവത്തിന്റെ സ്വന്തമാണ്. അങ്ങനെ ദൈവത്തിന്റെ സ്വന്തമായിരിക്കുന്നവരെന്തു വേണം? കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. ദൈവത്തിൻ്റെതാണെന്നും ദൈവമാണ് സൃഷ്ടിച്ചതെന്നും പറയുന്നവര് ചെയ്യേണ്ട കാര്യം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ, അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കരമടിച്ച് സ്തുതിക്കട്ടെ. ബന്ധനങ്ങൾ അടിയുന്നൊരു സമയം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു അഭിഷേകം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു മാനസാന്തരം. ഞാൻ എന്റെ ദൈവത്തിൻ്റെതാണെന്നൊരു അഭിഷേകം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു സൗഖ്യം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു വിടുതൽ. ഇപ്പോ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു ചൈതന്യം, ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധ അമ്മയിൽ എന്നതുപോലെ നിന്റെ ഉള്ളിൽ ഇപ്പോൾ 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 വന്ന് ആവസിക്കട്ടെ. വിളിക്കുന്ന ഈശോയേ, തിന്മകളുടെ രൂപികൾ വിട്ടുപോകട്ടെ. അസ്വസ്ഥതകളിൽ നിന്ന് മോചനമുണ്ടാകട്ടെ. തളർച്ച വിട്ടുമാറട്ടെ. ഹൃദയം ജ്വലിക്കട്ടെ. ദൈവസ്നേഹത്തിന്റെ അഗ്നിജ്വാലകൾ ഹൃദയത്തിൽ വന്ന് വീഴട്ടെ. ദൈവസ്നേഹത്തിന്റെ കനലെരിയട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. പാപത്തെ വെറുത്തുപേക്ഷിക്കട്ടെ. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കാനുള്ള അഭിഷേകം 10,000 മടങ്ങായി ദൈവമക്കളുടെ മേൽ ഇപ്പോൾ വർദ്ധിക്കട്ടെ. സഭയുടെ അതിരുകൾ വിശാലമാകുന്നതിന് വേണ്ടി ദാഹിച്ചു വിളിക്കട്ടെ. ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് വിളിക്കട്ടെ. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പറഞ്ഞു, നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്കൊരു പർപ്പസ് ഉണ്ട്. അതെന്താണെന്നാണ് പറഞ്ഞത്? കൃതജ്ഞതാ സ്തോത്രത്തോടെ
അവിടുത്തെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവിൻ. അടുത്തത് എന്താണ്? സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. ഹല്ലേലൂയ. അവിടത്തേക്ക് നന്ദി പറയുവിൻ. ഹല്ലേലൂയ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ ചെയ്യേണ്ടത് കർത്താവിന്റെ നാമം വാഴ്ത്തിക്കൊണ്ടിരിക്കുക. നീ ജനിച്ചിട്ടുണ്ടോ? നീ ജീവിക്കുന്നുണ്ടോ? മതി. നീ ചെയ്യേണ്ട കാര്യം ഒന്നാമതായി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാധിക്കുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നിങ്ങളുടെ വേറെന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ? നമുക്ക് അമ്മമാർക്ക് കൊച്ചിനെ, ഇപ്പൊ നിങ്ങള് ഡെലിവറി കഴിഞ്ഞു എന്ന് വിചാരിക്കും, കൊച്ചിന് പാല് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡ്യൂട്ടിയാണ്. എന്തെങ്കിലും ലക്ഷ്യം മനസ്സിൽ, എന്തെങ്കിലും നിയോഗം വെച്ചുകൊണ്ടാണോ കൊച്ചിന് പാല് കൊടുക്കുന്നത്? ആണോ? അല്ല. അല്ലെങ്കിൽ കൊച്ചിനെ കുളിപ്പിക്കുന്നത് എന്തെങ്കിലും നിയോഗം വെച്ചുകൊണ്ടാണോ? അല്ല. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ചെറിയ ഉദാഹരണമാണ്. അപ്പോൾ അത് കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ദൗത്യം, ഡ്യൂട്ടി ആയിരിക്കുന്നത് പോലെ അതിനേക്കാൾ വലിയ ഡ്യൂട്ടിയാണ് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാ മനുഷ്യർക്കുമുള്ള ഡ്യൂട്ടിയാണ്. കൊച്ചിനെ വളർത്തുന്നത് കൊച്ചിനെ വളർത്തുന്നവര് മാത്രം ചെയ്യേണ്ട കാര്യമാണ്, അല്ലേ? പിന്നെ കൊച്ചു കുറച്ചു നാൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ആ ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷേ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് മാറാതെ നിൽക്കുന്ന ഒരു ഡ്യൂട്ടിയുള്ളൂ. ഏതാണ് ആ ഡ്യൂട്ടി? ദൈവത്തെ ആരാധിക്കുക എന്ന ഡ്യൂട്ടി. ഹല്ലേലൂയ. മറ്റെല്ലാ ഡ്യൂട്ടികളും താൽക്കാലികമാണ്. അപ്പോ രണ്ടാമതായി നമ്മൾ എന്തിന്റെ മെഷർമെന്റ് ആണ് എടുക്കുന്നത്? എന്തിന്റെ അളവ് എടുക്കുന്നത്? ക്രിസ്മസിന് ഷർട്ട് കഴിപ്പിക്കാനുള്ള അളവല്ല. എന്തിന്റെ അളവാണ്? നമുക്ക് എളിമയുണ്ടോ എന്നറിയുന്നതിനുള്ള അളവാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ആരാധിക്കുമ്പോൾ ഇതെന്റെ കർത്തവ്യമാണ്, സ്വാർത്ഥപരമായ ഒരു ഉദ്ദേശവും കൂടാതെ ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു. എനിക്ക് കർത്താവിനെ ആരാധിക്കുന്നത് വഴി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. കാരണം ഞാൻ എന്റെ ദൗത്യം നിർവഹിച്ചിട്ട് ഞാൻ ഉപകാരമില്ലാത്തൊരു ദാസനാണ്, എന്റെ ദൗത്യം നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി രണ്ടാമതായി, നമ്മുടെ അയോഗ്യമായ സേവനങ്ങൾക്ക് പ്രതിഫലമായി മികച്ച ദാനങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എളിമയുടെ അഭാവമാണ്. തിയറിയാണ് അച്ഛൻ ആദ്യം പറയുന്നത്, പ്രാക്ടിക്കലി രണ്ടാമത് പറയും. ആദ്യം തിയറിയല്ലേ പഠിപ്പിക്കാറ്? തിയറി എന്താണ്? നമ്മുടെ അയോഗ്യമായ സേവനങ്ങൾ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ എന്താഗ്രഹമുണ്ട്? ചില ആളുകൾക്ക് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കർത്താവിനെ കാണാൻ പറ്റണം, ഇല്ലേ? അമ്മ ത്രേസ്യ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പൊന്തിപ്പോവുമായിരുന്നു. ലെവിയേഷൻ എന്നാണ് അതിനെ പറയുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പൊന്തിപ്പോയിട്ട് തല പോയി സീലിംഗിൽ പോയി ഇടിക്കും. അമ്മ ത്രേസ്യ കൂട്ടുകാരികളോട് പറഞ്ഞു, എന്നെ പിടിച്ച് താഴെ ഇറക്കെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചുറ്റും കൂടി നിന്ന് ഉടുപ്പേ പിടിച്ച് താഴെ വെച്ച് വലിച്ചിട്ടാണ് താഴേക്ക് കൊണ്ടത്. ഒരു ദിവസം പൊന്തിപ്പോകാൻ പോകുമെന്ന് ഇങ്ങനെ തോന്നി. അപ്പൊ തന്നെ കാർപ്പറ്റ്, അടിയിലിട്ടിരിക്കുന്ന കാർപ്പറ്റും ഇങ്ങനെ അള്ളിപ്പിടിച്ചു, പൊന്തിപ്പോകാതിരിക്കാൻ ഇങ്ങനെ അള്ളി പിടിച്ചു കഴിഞ്ഞപ്പോ ആ കാർപ്പറ്റ് അടക്കം പൊന്തിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം അമ്മ ത്രേസ്യ ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം അപ്പൊ ഇങ്ങനെ വെയിറ്റ് മുഴുവനായിട്ട് ഇല്ലാതെയായി പോവെന്ന് തോന്നുന്നു. അപ്പോ അവിടെ ഗ്രില്ലുണ്ടായിരുന്നു, ജനലിന്റെ ഗ്രില്ല്.
ഗ്രില്ലിൽ പിടിച്ചിട്ട് ഒച്ചക്ക് പറയാണ്, കർത്താവേ ഞാൻ പൊന്തിപ്പോവാൻ ഇടവരരുത്. കാരണം അമ്മ ത്രേസ്യ പ്രാർത്ഥിക്കാണ്, പൊന്തിപ്പോകാൻ ഇടവരരുത്. ഇങ്ങനെ പൊന്തിപ്പോകുന്നത് ഇങ്ങനെ പൊന്തിപ്പോകുന്നത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അവര് വിചാരിക്കും ഞാൻ വല്ല പുണ്യവതിയൊക്കെ ആണെന്ന് മറ്റുള്ളവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ വിചാരിക്കുന്ന, വെറുതെ എന്തിനാ അവര് തെറ്റിദ്ധരിക്കാൻ ഇടവരുന്നത്? അതുകൊണ്ട് എനിക്ക് ഈ അനുഗ്രഹം, അമ്മ ത്രേസ്യ പറയാണ്, എനിക്ക് ഈ അനുഗ്രഹം തരല്ലേ. ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഈ പൊന്തിപ്പോകുന്ന അനുഗ്രഹം തരല്ലേ എന്ന് പറഞ്ഞ് അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചു. നമ്മളാണെങ്കിൽ ഞാനിങ്ങനെ ഇടക്കിടക്ക് പൊന്തിപ്പോവാൻ ഇടവരികയും ഞാൻ ആരാണെന്ന് എന്റെ ഭർത്താവ് ഒന്ന് അറിയുകയും ചെയ്യട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാനൊരു ചില്ലറക്കാരിയല്ല, ഞാനൊരു ചില്ലറക്കാരനല്ല. എന്റെ പ്രാർത്ഥന അത്രമാത്രം കേമമാണെന്ന് ഇനി അറിയാത്തവരൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് പൊന്തട്ടെ എന്ന് പറയും. അമ്മ ത്രേസ്യ പറഞ്ഞത്, കർത്താവ് ഈ അനുഗ്രഹം എനിക്ക് തരല്ലേ. ഇത് തന്നാൽ ഞാൻ ഇങ്ങനെ പൊന്തിപ്പോകുന്ന കണ്ട മറ്റുള്ളവർ ഞാൻ പുണ്യവതിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. എന്റെ പാപങ്ങൾ എനിക്കല്ല അറിഞ്ഞോളൂ. അതുകൊണ്ട് അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചു എന്നിട്ട് ഈ അനുഗ്രഹം തന്നിൽ നിന്ന് വിട്ടുപോകാൻ ഇടവരുത്തി എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ 6-ാം സദനത്തിലേക്ക് എത്തുമ്പോ അമ്മ ത്രേസ്യയ്ക്ക് ഉണ്ടായ ഇതുപോലെയുള്ള പ്രാർത്ഥനയിലുള്ള വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടില്ല, നമ്മൾ 4-ലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്രകാരമുള്ള പ്രാർത്ഥിക്കുമ്പോഴുള്ള അനുഗ്രഹങ്ങള്, അതാണ് ഇത് കിട്ടാൻ നമുക്ക് വല്ല യോഗ്യതയുണ്ടോ? ഉണ്ടോ? ഇനി നമ്മൾ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഭൗതികമായ എന്തെങ്കിലും കിട്ടാൻ നമുക്ക് യോഗ്യതയുണ്ടോ? അതുമില്ല. അതാണ് രണ്ടും എടുക്കണം. നമ്മുടെ അയോഗ്യമായ സേവനങ്ങൾക്ക് നമ്മൾ ഉപവസിച്ചത് കർത്താവിന്റെ മുമ്പിൽ എന്താണ്? അതൊരു അയോഗ്യമായ സേവനമാണ്. അതിന് പ്രതിഫലമായി ഞാൻ 15 ആഴ്ച വന്ന് ആരാധിച്ചതിന് പ്രതിഫലമായി എനിക്ക് എന്റെ കാര്യം നടന്നു കിട്ടണം എന്ന് പറയുന്നിടത്ത് എളിമയില്ല. ഞാൻ 100 ആഴ്ച വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് എന്റെ വസ്തു ഇടപാട് നടന്നു കിട്ടണമെന്ന് പറയുന്നിടത്ത് എളിമയില്ല. ഞാൻ മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിച്ചു, നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് പരീക്ഷയിൽ വിജയിക്കണം എന്ന് പറയുന്നിടത്ത് എളിമയില്ല. ഹല്ലേലൂയ. ഞാൻ ഈ ചെയ്തതെല്ലാം കർത്താവേ നിന്റെ പരിശുദ്ധിയുമായി തുലനം ചെയ്യുമ്പോൾ, നിന്റെ കരുണയുമായി തുലനം ചെയ്യുമ്പോൾ, നിന്റെ അനന്ത നന്മയുമായി തുലനം ചെയ്യുമ്പോൾ, നിനക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതിയുമായി തുലനം ചെയ്യുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ഒന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 8-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, സങ്കീർത്തനങ്ങൾ 8:4 എഴുതി വെച്ചു. Psalms 8:4, സങ്കീർത്തനങ്ങൾ 8:4. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്തർഹതയാണുള്ളത്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്തർഹതയാണുള്ളത്. ഹല്ലേലൂയ. മനുഷ്യപുത്രന് എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് എന്തർഹതയാണുള്ളത്. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം എനിക്ക് എന്ത് മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ എനിക്ക് എന്തർഹതയുണ്ട്. അമ്മ പാടി, ഞാൻ ഒരു ദാസി മാത്രമാണ്, എന്നെ ഇങ്ങനെ പൊക്കാൻ, ദൈവപുത്രന്റെ അമ്മയാകാൻ എനിക്ക് എന്തർഹതയാണുള്ളത്. അവിടുന്ന് തന്റെ ദാസിയുടെ വിനീത അവസ്ഥയെ തൃക്കൺ പാർത്തു. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ് 2 കൊരിന്തോസ് 3:5 എഴുതി വെച്ചു. 2 കൊരിന്തോസ് 3:5 പൗലോസ് പറയുന്നു, സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. പറഞ്ഞേ, സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. വലതുകരം ഒരു വീശിക്കൊണ്ട് പറഞ്ഞേ, സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് ആരിത് പറയുന്നതെന്ന് ഓർക്കണം. ആരായത് പറഞ്ഞത്? നമ്മളോ? പൗലോസാണ് പറഞ്ഞത്. പൗലോസ് പറയുകയാണ്, സ്വന്തമായിട്ട് എനിക്കൊരു മേന്മയില്ലെന്ന്. ഉയർത്തെഴുന്നേറ്റവനെ മുഖാഭിമുഖം കണ്ടവനാണ്. ഉയർത്തെഴുന്നേറ്റവനെ കാണുകയും കേൾക്കുകയും അവനോട് സംസാരിക്കുകയും ചെയ്തവനാണ് പൗലോസ്. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടവനാണ് പൗലോസ്. ഈശോയ്ക്ക് വേണ്ടി ചത്ത് പണിയെടുത്തവനാണ് പൗലോസ്. സഭയെ പടുതുയർത്തിയവനാണ് പൗലോസ്. അങ്ങനെ ദൈവവുമായി ഹൃദയത്തിൽ, ദൈവസ്നേഹത്തിന്റെ അഗ്നിജ്വാലകൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന പൗലോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനും പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ സഭയെ പഠിപ്പിച്ചവനുമാണ് പൗലോസ്. വചനം എഴുതുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ കയ്യിലെ തൂലികയായവനാണ് പൗലോസ്. ആ പൗലോസ് പറയുകയാണ്, സ്വന്തമായിട്ട് മേന്മ അവകാശപ്പെടാൻ എനിക്ക് ഒന്നുമില്ല. എന്റെ യോഗ്യത മുഴുവൻ എന്റെ കർത്താവിൽ നിന്നാണ്. നമ്മൾ പറയും, എനിക്കെന്ത് കുറവുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നിൽ എന്ത് കുറവുണ്ടായിട്ടാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്, എന്നിൽ വല്ല കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, കൊരക്കിന് പിടിച്ച് കോളറിന് പിടിച്ച് കുലുക്കിയിട്ടാണ് പറയുന്നത്, എന്നിൽ വല്ല കുറവുണ്ടെങ്കിൽ ചേട്ടൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കുറവില്ല. പൗലോസ് പറയാണ്, സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങളില്ല. ഞങ്ങളുടെ യോഗ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ മനോഭാവമുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തുണ്ട്? എളിമയുണ്ട്. മൂന്നാമതായി അമ്മ ത്രേസ്യ പറയുകയാണ്, കർത്താവിനെ വേണ്ടി സഹിക്കാനും കർത്താവിനെ അനുകരിക്കുവാനും നിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ എളിമയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, കരുണ വർഷിക്കണമേ, ഈശോയെ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു യോഗ്യതയുമില്ല എന്ന് ഏറ്റുപറഞ്ഞ് വിളിക്കട്ടെ. ഞങ്ങളുടെ യോഗ്യതകൾ മുഴുവൻ കർത്താവിൽ നിന്നാണെന്ന് ഏറ്റുപറഞ്ഞ് വിളിക്കട്ടെ. കർത്താവിന് വേണ്ടി സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് വിളിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും ഈശോയെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സോടുകൂടെ വിളിക്കട്ടെ. കുരിശിൽ മരിച്ചവനെ പോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ച് വിളിക്കട്ടെ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച് വിളിക്കട്ടെ. വിനീതമായൊരു ഹൃദയത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട്, ശാന്തമായൊരു മനസ്സിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, സർവം സമർപ്പിച്ചുകൊണ്ട്
ആരാധകരുടെ ഒരു ഹൃദയം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ് എന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായ എല്ലാ സാഹചര്യങ്ങളെയും മനോഭാവങ്ങളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് ദൈവാരാധനയ്ക്ക് തടസ്സമായി എന്റെ ജീവിതത്തിലുള്ള നിലപാടുകൾ മനോഭാവങ്ങൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി സഹിക്കാൻ നീ തയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ എളിമയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ശുശ്രൂഷ ചെയ്യാൻ പോകുമ്പോഴായിരിക്കാം ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. അപ്പൊ നീ പറയുന്നു, എന്നാ ഞാനിനി ശുശ്രൂഷ ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? നിന്റെ ഉള്ളിൽ എളിമയില്ല എന്ന്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, എന്നെ വിളിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ ഞാൻ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മിഷൻ പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോ അച്ഛനറിയാം, 10 കിലോമീറ്റർ അപ്പുറം ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്. 10 അല്ല, 15-20 കിലോമീറ്റർ അപ്പുറം ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്. അങ്ങോട്ട് കാറ് പോവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ബൈക്ക് പോകുന്നു, ബൈക്കും പോവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും സൈക്കിള് പോകുന്നു, സൈക്കിളും പോവില്ല. നടന്നേ പോകാൻ പറ്റും. അതൊരു പ്രതിസന്ധിയാണ്. വണ്ടി പോവില്ലേ, എന്നാ പിന്നെ ഞാൻ കുർബാനക്ക് വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? സൗകര്യമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, കാറ് പോയില്ലെങ്കിലും ബൈക്ക് പോയില്ലെങ്കിലും സൈക്കിള് പോയില്ലെങ്കിലും നിനക്ക് നടക്കാൻ പറ്റില്ലേ? പറ്റും. എന്നാ നടന്നു. അതാണ് കർത്താവിന് വേണ്ടി നീ സഹിക്കാൻ തയ്യാറാണോ? ശുശ്രൂഷയുടെ മേഖലകളിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈശോയെ പ്രതി നീ സഹിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് കുർബാനയ്ക്ക് പോകാൻ വണ്ടിയില്ല, നടന്നുപോയി. അച്ഛന്റെ കാര്യമല്ല, വിശ്വാസികളുടെ കാര്യം പറയുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അപ്പൊ കർത്താവിനെ അനുകരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുരിശിൽ മരിച്ചവനെ പോലെയാകണം നിന്റെ ജീവിതം. ക്രൂശിതനായ ക്രിസ്തുവിന് അനുരൂപമായിരിക്കട്ടെ. പട്ടം തരുന്ന സമയത്ത് പിതാവ് കയ്യിൽ അഭിഷേകത്തിന്റെ തൈലം തേച്ചുകൊണ്ട് പറയുന്നൊരു വാക്കിങ്ങനെയാണ്: ദൈവജനം കൊണ്ടുവരുന്ന ഈ കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കുക. വിശുദ്ധമായ കാര്യങ്ങളാണ് നീ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നിന്റെ ജീവിതവും വിശുദ്ധമായിരിക്കട്ടെ. നിന്റെ ജീവിതം ക്രൂശിതനായ ക്രിസ്തുവിന് അനുരൂപമായിരിക്കട്ടെ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കർത്താവിന്റെ പോലെ ആകട്ടെ എന്ന് അന്നേരത്തെ ആശംസയില്ല. കടലിന് മീതെ നടക്കാൻ പറ്റട്ടെ നല്ല ആശംസ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ പറ്റട്ടെ നല്ല ആശംസ. നിന്റെ ജീവിതം ക്രൂശിതനായ ക്രിസ്തുവിന് അനുരൂപമായിരിക്കട്ടെ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. പ്രിയപ്പെട്ടവരെ, അതിനെയാണ് ഈ സഹിക്കുമ്പോ കർത്താവിനെ പ്രതി സഹിക്കാൻ പറ്റിയതിൽ ശിഷ്യന്മാർ സന്തോഷിച്ചു എന്ന് പറയുന്നൊരു വചനമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് അവർ പുറത്തുപോയി. എന്തുകൊണ്ടാണ്? കർത്താവിന്റെ നാമത്തിൽ അടി കിട്ടിയപ്പോ അതിൽ സന്തോഷിക്കാൻ അവർക്ക് സാധിച്ചത് അമ്മ ത്രേസ്യയുടെ ഭാഷ്യത്തിൽ അവർക്ക് എളിമയുണ്ടായിരുന്നത് കൊണ്ട്. നീ പള്ളിയിലേക്ക് പോരുമ്പോ 10 പേര് നിന്നെ പരിഹസിച്ചു. ഓ, കുറെ നാളായല്ലോ പോവാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നിന്റെ വീട്ടിൽ വല്ലതും കിട്ടിയാടി എന്നൊരു പരിഹാസം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? യേശുവിന്റെ നാമത്തെ പ്രതി പരിഹസിക്കപ്പെടാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. എങ്ങനെയാണെങ്കിൽ സന്തോഷിക്കും.
ഹൃദയത്തിൽ എളിമയുണ്ടെങ്കിൽ സന്തോഷിക്കും, എളിമയില്ലെങ്കിൽ വെറുതെ അവരെ കൊണ്ട് എന്തിനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. ഞാൻ ഇനി വീട്ടിലിരുന്ന് ഓൺലൈനിൽ കൂടിക്കോളാം അച്ഛാ, അങ്ങനെ പറഞ്ഞു ഒരാള്. അച്ഛാ എനിക്ക് വരാൻ സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷെ വരുമ്പോ ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞു, ഞാൻ ഓൺലൈനിൽ കൂടിയാ പോരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാണ് മൂന്നാമതായി എളിമയുണ്ടോ എന്ന് അന്വേഷിക്കാൻ. 4, ദൈവം അനുഗ്രഹങ്ങൾ നൽകാൻ ബാധ്യസ്ഥനല്ല. ആരാണ് തന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നതെന്നും അവർക്ക് ഏറ്റവും പ്രയോജനകരമായതെന്തെന്നും കർത്താവിനറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കരുതി ഏതെങ്കിലും അനുഗ്രഹം നമുക്ക് തരാൻ ദൈവം ബാധ്യസ്ഥനാണെന്ന് നമ്മൾ പറയരുത്. അച്ഛൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അത് മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അമ്മത്രേസി പറയാണ്, ദൈവം അനുഗ്രഹങ്ങൾ തരാൻ ബാധ്യസ്ഥനല്ല. ഇതെനിക്ക് തന്നേ തീരൂ എന്ന് ദൈവത്തോട് ദൈവം ബാധ്യസ്ഥനല്ല. അച്ഛൻ പറഞ്ഞു, ഒരു വിസ തടസ്സം 33 ആഴ്ച. അപ്പൊ അയാൾ പറഞ്ഞു, 33 ആഴ്ച ഞാൻ വരും, വന്നിട്ട് നടന്നില്ലെങ്കിൽ അച്ഛൻ വിവരം അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അച്ഛൻ വിചാരിച്ചു നല്ല വിശ്വാസം, 33 ആഴ്ച വന്നിട്ടും നടന്നില്ലെങ്കിൽ ദൈവം അനുഗ്രഹങ്ങൾ തരാൻ ബാധ്യസ്ഥനല്ല. പ്രിയപ്പെട്ടവരെ, പക്ഷെ ആരാധിക്കാൻ നമ്മൾ, ഇതാണ് എളിമയുടെ, ഇതിനെയാണ് അമ്മത്രേച്ച പറയുന്നത് ഹ്യൂമിലിറ്റി ഈസ് ട്രൂത്ത്. എളിമ എന്ന് പറയുന്നത് നമ്മളായിരിക്കേണ്ട സത്യമാണ്. അതായത് ദൈവം എല്ലാറ്റിനും ഉപരിയാണെന്നും അവിടത്തേക്ക് ഇഷ്ടമുള്ളതെല്ലാം എന്നിൽ അവിടത്തേക്ക് പ്രവർത്തിക്കാമെന്നും ഞാൻ ഒന്നിനും അർഹതയില്ലാത്തവനാണ്, ഒരു ഡിമാൻഡും വയ്ക്കാൻ യോഗ്യതയില്ലാത്തവനാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അതിനെയാണ് സത്യമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇപ്രകാരം നമ്മൾ എളിമ പാലിച്ചാൽ, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഇപ്രകാരം നമ്മൾ എളിമ സൂക്ഷിച്ചാൽ, അമ്മത്രേച്ച് പറയുകയാണ്, നമ്മൾ യഥാർത്ഥത്തിൽ എളിമയും ആത്മപരിത്യാഗവും പരിശീലിച്ചാൽ ആഗ്രഹിക്കാൻ നമുക്കറിഞ്ഞുകൂടാത്ത മറ്റനേകം നന്മകൾ കൂടി അവിടുന്ന് നമുക്ക് നൽകും. ഈ ലോകത്തില് നമുക്ക് ആഗ്രഹിക്കാൻ അറിയാവുന്ന നന്മകൾ ഏതൊക്കെയാണ്? കൊച്ചുങ്ങളോട് ചോദിച്ചാൽ അവര് പറയും ഫുൾ A+ കിട്ടണം. പരീക്ഷ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇപ്പൊ പിള്ളേര് വരുന്നുണ്ട് വൈകുന്നേരം യേശുനാമ ജപത്തിന്. അച്ഛാ പ്രാർത്ഥിക്കണം, എന്താണ് ക്രിസ്മസ് പരീക്ഷ. ശരി, കൊച്ചിന് അത്ര ആഗ്രഹിക്കാൻ അറിഞ്ഞുകൂടും. കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ പറയും, യുവാക്കൾ, അച്ഛാ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വരാറായി, പ്രാർത്ഥിക്കണം. ശരി, അതിനപ്പുറം വലിയൊരു ലോകം ആഗ്രഹിക്കാൻ പോലും അറിഞ്ഞുകൂടാ. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടണം, കല്യാണത്തിന് ഒരുങ്ങുന്നവർക്ക് കല്യാണം നടക്കണം, കല്യാണം കഴിഞ്ഞവർക്ക് കുട്ടികളാവണം, ഇനി കുട്ടികളായി കല്യാണം നടന്നവർക്ക് ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറണം. അപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ മേഖലകള്. അമ്മത്രേസ്യ പറയുകയാണ്, നീ യഥാർത്ഥത്തിൽ എളിമയും ആത്മപരിത്യാഗവും പരിശീലിച്ചാൽ ആഗ്രഹിക്കാൻ അറിഞ്ഞുകൂടാത്ത നന്മകൾ എന്ന് തന്നെ സ്വർഗത്തിൽ തരാൻ കഴിയുമെന്ന് തന്നെ നമുക്കറിഞ്ഞുകൂടാത്ത കുറെ നന്മകള്. നേരത്തെ അച്ഛൻ പറഞ്ഞ ലെവിയേഷൻ എന്ന് പറയുന്ന ആ കൃപ നമുക്കറിയാവുന്ന ഒരു കൃപയാണോ? അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു കൃപയുണ്ടെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു ദൈവസ്വരം കേൾക്കുന്ന ഒരു അനുഭവം, അതെന്താണെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. കർത്താവ്, അപ്പൊ അങ്ങനെ നമുക്കറിഞ്ഞുകൂടാത്ത കുറെ അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ എളിമയും ആത്മപരിത്യാഗവും അഭ്യസിച്ചാൽ നമുക്ക് ചോദിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത നന്മകൾ, മറ്റനേകം നന്മകൾ അവിടുന്ന് നമുക്ക് നൽകും. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞുകൊണ്ടാണ് അമ്മത്രേസ്യ 4-ാം സദനം അവസാനിപ്പിക്കുന്നത്. അച്ഛനും 4-ാം സദനം അടച്ചു. അടുത്ത ആഴ്ച നമ്മൾ 5-ാം സദനം തുടങ്ങും. ഇത് വാക്ക്.
ഹല്ലേലൂയ. അപ്പോ എത്ര വലിയ കാര്യങ്ങളാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവസ്നേഹത്തിൽ ജ്വലിച്ചു നിൽക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, പൂർണ്ണമായി എളിമ അഭ്യസിക്കുക. നമുക്ക് കണ്ണുകൾ അടക്കാം. ഈ 1.5 മണിക്കൂർ നേരം കർത്താവ് തളർച്ച കൂടാതെ, മടി കൂടാതെ, മടുപ്പ് കൂടാതെ വചനം കേൾക്കാൻ നമുക്ക് കൃപ തന്നതിനെ ഓർത്തൊന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. വചനം കേട്ടുകൊണ്ടിരിക്കും തോറും തളരുകയല്ല, ശബ്ദം കൂടുകയാണ് അല്ലേ? ഉച്ചത്തിൽ വിളിച്ചേ, ചങ്കുവട്ടി വിളിച്ചേ. കർത്താവ് നമുക്ക് ഇന്ന് തന്ന വെളിപാടുകളെ ഓർത്ത് സന്തോഷിച്ച് വിളിച്ചേ. ഒരു ആത്മീയമായ ആനന്ദത്തോടെ വിളിച്ചേ. ഒരു സ്വർഗീയമായ മാധുര്യം ആത്മാവിൽ അനുഭവിച്ച് വിളിച്ചേ. സഭയുടെ അതിരുകൾ വിശാലമാകണമെന്ന് ആഗ്രഹിച്ച് വിളിച്ചേ. ഒരു കാര്യത്തിലും ഞാൻ എന്റെ കർത്താവിനെ വേദനിപ്പിക്കുകയോ നിന്ദിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചു വിളിച്ചേ. അതിനുവേണ്ടി ആഗ്രഹിച്ചു വിളിച്ചേ. എല്ലാ കാര്യത്തിലും ഞാൻ എന്റെ കർത്താവിന്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുമെന്ന് തീരുമാനിച്ചു വിളിച്ചേ. ഒരു 100 പേരെങ്കിലും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഞാൻ കഠിനാധ്വാനം ചെയ്യുമെന്ന് തീരുമാനിച്ചു വിളിച്ചേ. എന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ ഈശോയോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് ജീവിക്കുമെന്ന് ഹൃദയത്തിൽ ഉടമ്പടി എടുത്ത് വിളിച്ചേ. ഒരു പ്രേക്ഷിതനായി ജീവിക്കുമെന്ന് തീരുമാനിച്ചു വിളിച്ചേ. പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു വിളിച്ചേ. കണ്ണുകൾ അടച്ച്